ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൽ നമ്മൾ ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു സൈറ്റിലുണ്ട്. അവരൊക്കെ അവർക്ക് ഡൗട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ നമുക്ക് ആൻസേഴ്സ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഒരു ആൻസർ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കാമെങ്കിൽ 100 രൂപ വരെ കിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു ക്വസ്റ്റ്യന് 100 രൂപയുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിഫിക്കൽറ്റി ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കറിയാവുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക. അപ്പം താല്പര്യമുള്ളവർക്ക് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കിട്ടുക, എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഡ്രോവൽ തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വളരെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കേട്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വന്നത് ടോപ്പർ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നില്ല, നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടാണ് ക്യാഷ് ഏൺ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 100 രൂപയൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ 100 രൂപയാണ് പുച്ഛിക്കേണ്ട, ഒരു ദിവസം തന്നെ നമുക്കപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളിവിടെ ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ 1,00,000-ൽ മീതെ സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏത് ക്വസ്റ്റ്യൻ വേണേലും നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ അവർ പോസ് ചെയ്യുന്നത്, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഒരു തെറ്റോ കുത്തോ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇതേപോലെ വേണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുകൂടാതെ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്, അതിനൊക്കെ ഓൾറെഡി സൊല്യൂഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരിക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് സൈറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. പകരം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുണ്ട് ഇവിടെ ബി ആൻ ഓൺലൈൻ എഡ്യൂക്കേറ്റർ എന്നുള്ളത്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഇവർ പറയുന്നത്, ജോയിൻ ടോപ്പർ കമ്മ്യൂണിറ്റി ആൻഡ് സ്റ്റാർട്ട് ഏർണിങ്സ് ഇൻ 3 ക്വിക്ക് സ്റ്റെപ്പ്, അപ്ലൈ ഫോർ ജോബ് ഇൻ വേരിയസ് പ്രോജക്റ്റ്, വർക്ക് ഇൻ യുവർ ഓൺ ടൈം ആൻഡ് ഗെറ്റ് പെയ്ഡ് മന്ത്ലി. അപ്പോൾ അവർ പറയുന്നത്, നമുക്ക് ഈ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്, ജോയിൻ ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യാം, ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വർക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കത് നമ്മുടെ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യാം. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓൺഗോയിങ് ജോബ്സ് ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നെയിം കൊടുക്കാം, ഇമെയിൽ ID, പാസ്വേഡ് കൊടുക്കാം, പിന്നെ ഫോൺ നമ്പർ, അത് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടുത്തെ വർക്ക് ആസ് എന്നുണ്ട്. ഒന്ന് സബ്ജക്റ്റ് എക്സ്പെർട്ടും ടൈപ്പിസ്റ്റും ഉണ്ട്. സബ്ജക്റ്റ് എക്സ്പെർട്ട് എന്ന് പറയുന്നത്, നമുക്ക് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അല്ലാതെ ജോബ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാവുന്നതാണ്. അല്ലാതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എസ്സേസ് എഴുതി കൊടുക്കുക, പിന്നെ റൈറ്റിങ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അസൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ടൈപ്പിസ്റ്റ് അവരെ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ സബ്ജക്റ്റ് മാറ്റർ ഉണ്ടല്ലോ, മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, അങ്ങനത്തെ ഓരോ സബ്ജക്റ്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടോ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, സൈനപ്പ് ആകുമ്പോൾ നെയിം, ഇമെയിൽ ID, പാസ്വേഡ്, ഫോൺ നമ്പർ, കോളേജ്,
എന്നിട്ട് വർക്ക് ഇതിലേതാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ രണ്ടും സെലക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഒരെണ്ണേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ടൈപ്പിസ്റ്റ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ അത്. എന്നിട്ട് ഇവിടെ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക, ടീച്ചറാണെങ്കിൽ ടീച്ചർ കൊടുക്കുക. അപ്പം നമ്മൾ പഠിപ്പിക്കാനായിട്ടല്ലേ വരുന്നത്, അപ്പം ടീച്ചർ കൊടുക്കുക. എന്നിട്ട് ജോയിൻ നൗ കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിവിടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് നമ്മൾ പാസ്സാകണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് പേയ്മെൻറ്റും കിട്ടുന്ന ഒരു അടിപൊളി ഒരു സൈറ്റാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം വർക്ക് ചെയ്യുക, ക്യാഷ് ഏൺ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.